രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് എന്ത് ബോറടിച്ച ദിവസമാണെന്ന് ചിന്തിക്കാറുണ്ടോ? അതോ ദിവസത്തിൻ്റെ പകുതിയാകുമ്പോഴേക്കും എനർജിയൊക്കെ തീർന്ന് മനസ്സ് ഫുൾ ഡൗൺ ആകാറുണ്ടോ? നമ്മുടെ ലൈഫിൽ എന്ത് വേണമെങ്കിലും നേടാൻ ഒരൊറ്റ കാര്യം മതിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതാണ് നമ്മുടെ മനസ്സിൻ്റെ പവർ. ഫോൺ ചാർജ് തീരുമ്പോൾ നമ്മൾ പവർ ബാങ്ക് തിരയാറുണ്ട്. എന്നാൽ നമ്മുടെ മനസ്സിൻ്റെ എനർജി തീരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറ്? നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, നമ്മുടെ മനസ്സിനെ എപ്പോഴും സൂപ്പർ പവർഫുള്ളായും ഹാപ്പിയായും വെക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ജീവിതം മാറ്റിമറിക്കുന്ന കുറച്ച് ലളിതമായ കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മളിൽ ഭൂരിഭാഗം പേരും ചിന്തിക്കുന്നത് സന്തോഷം എന്നത് പുറത്തു നിന്നുള്ള കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്നത് എന്നാണ്. നല്ലൊരു വണ്ടി വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ. എന്നാൽ സത്യം അതല്ല. സന്തോഷം എന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അത് എങ്ങനെ പുറത്തെടുക്കാം, മനസ്സിനെ എങ്ങനെ എപ്പോഴും ആക്റ്റീവാക്കാം എന്ന് നോക്കാം. വീഡിയോ മുഴുവനായിട്ടും കാണുക, കാരണം അവസാനത്തെ ടിപ്പ് നിങ്ങളുടെ ചിന്തകളെ തന്നെ മാറ്റിമറിക്കാനുള്ളതാണ്. ആദ്യത്തെ കാര്യം നമ്മുടെ രാവിലെയുള്ള തുടക്കമാണ്. രാവിലെ കണ്ണു തുറക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഭൂരിഭാഗം പേരും ഫോണെടുത്ത് സോഷ്യൽ മീഡിയ ഒക്കെ നോക്കും, അല്ലേ? എഴുന്നേറ്റ പാടെ മറ്റുള്ളവരുടെ ലൈഫൊക്കെ കാണുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു കമ്പാരിസൺ വരും. അത് രാവിലെ തന്നെ മനസ്സിന് സമാധാനം കളയും. രാവിലെ എഴുന്നേറ്റ് ആദ്യത്തെ 30 മിനിറ്റ് ഫോൺ തൊടരുത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് നല്ലൊരു ദിവസം കൂടി തന്നതിന് നന്ദി എന്ന് മനസ്സിൽ വിചാരിക്കുക. ഇത് കേൾക്കുമ്പോൾ ലളിതമായി തോന്നാം, പക്ഷെ തലച്ചോറ് പോസിറ്റീവ് സിഗ്നലുകൾ അയക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. എഴുന്നേറ്റ ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. മുറ്റത്തോ ടെറസിലോ ഇറങ്ങി അല്പം ശുദ്ധമായി ശ്വസിക്കുക. ചെടികളെ നോക്കുക, പ്രകൃതിയെ ആസ്വദിക്കുക. ഇത് മനസ്സിന് നൽകുന്ന ഒരു റിഫ്രഷ്മെന്റ് ചെറുതല്ല. രണ്ടാമത്തെ കാര്യം ശരീരത്തിന്റെ ആക്ടിവിറ്റിയാണ്. നമ്മൾ വെറുതെ ഒരിടത്ത് ഇരിക്കുമ്പോൾ നെഗറ്റീവ് ചിന്തകൾ വരാൻ സാധ്യത കൂടുതലാണ്. ആലസ്യം മനസ്സിന്റെ ശത്രുവാണെന്ന് കേട്ടിട്ടില്ലേ? ചെറിയ വ്യായാമം അല്ലെങ്കിൽ നടത്തം, ദിവസം ഒരു 15-20 മിനിറ്റ് നടക്കുകയോ യോഗ ചെയ്യുകയോ ചെയ്യുക. ഇത് ശരീരത്തിൽ എൻഡോർഫിൻ എന്ന ഹാപ്പി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. മനസ്സ് വിഷമിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് വീട് വൃത്തിയാക്കലോ, ഗാർഡനിങ്ങോ, നല്ലൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യലോ, പാചകം ചെയ്യലോ, എന്തോ ആകാം. നമ്മൾ ഒരു കാര്യത്തിൽ മുഴുകിയിരിക്കുമ്പോൾ മനസ്സ് ശാന്തമാകും. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കും, നന്നായിട്ട് ഉറങ്ങുക. ശരീരത്തിന് ക്ഷീണം തോന്നുമ്പോൾ മനസ്സിന്റെ പവറും കുറയും. നമ്മുടെ മനസ്സിന്റെ പവർ കളയുന്ന ഏറ്റവും വലിയ വില്ലൻ എന്താണെന്ന് അറിയാമോ? ഓവർ തിങ്കിങ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുക, അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് പേടിക്കുക. ഇതിന് മറികടക്കാൻ 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, നിയന്ത്രിക്കാൻ പറ്റുന്നത് മാത്രം നോക്കുക. നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെട്ടിട്ട് കാര്യമില്ല. ഇന്ന് ഈ നിമിഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് മാത്രം ചിന്തിക്കുക. അടുത്തത്, ചിന്തകൾ എഴുതി വെക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, മനസ്സ് ഫുള്ള് കൺഫ്യൂഷൻ ആയിരിക്കുമ്പോൾ ഒരു ഡയറിയോ പേപ്പറോ എടുത്ത് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അപ്പാടെ എഴുതി വെക്കുക. എഴുതി കഴിയുമ്പോൾ മനസ്സ് ഭാരം ഒഴിഞ്ഞതുപോലെ ലൈറ്റ് ആവുന്നത് നിങ്ങൾക്ക് തീർച്ചയായും അനുഭവപ്പെടും. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെൽഫ് ലവ് അഥവാ സ്വയം സ്നേഹിക്കുക എന്നതാണ്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ സങ്കടപ്പെടുത്താതിരിക്കാൻ തോന്നും, എന്നാൽ നമ്മുടെ സന്തോഷം മറന്നുപോകും. നെഗറ്റീവ് ആളുകളിൽ നിന്ന് നമ്മൾ അകലം പാലിക്കണം. എപ്പോഴും കുറ്റം പറയുന്ന, നമ്മളെ തളർത്തുന്ന ആളുകളിൽ നിന്ന് കുറച്ച് ദൂരം പാലിക്കുന്നത് നമ്മുടെ മനസ്സിന് നല്ലതാണ്. പകരം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, പോസിറ്റീവായി സംസാരിക്കുന്നവരുമായി സൗഹൃദം സ്ഥാപിക്കുക. നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ വിജയങ്ങളെ പോലും സ്വയം അഭിനന്ദിക്കുക. ഇന്ന് നല്ലൊരു കാര്യം ചെയ്തു, അല്ലെങ്കിൽ ഒരു ജോലി കൃത്യമായി തീർത്തു, വെൽ ഡൺ എന്ന് സ്വയം പറയുക. എല്ലാ കാര്യത്തിലും യെസ് എന്ന് പറഞ്ഞ് ഒടുവിൽ മാനസികമായി ബുദ്ധിമുട്ടുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ മനസ്സമാധാനം കളയുന്ന കാര്യങ്ങളോട് നോ എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ഓർത്തു നോക്കാം. രാവിലെ ഫോൺ ഒഴിവാക്കുക, പ്രകൃതിയോട് ഇണങ്ങുക, ശരീരം ആക്റ്റീവായി വെക്കുക, ഓവർ തിങ്ക് ഒഴിവാക്കാൻ ചിന്തകൾ എഴുതി വെക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വയം സ്നേഹിക്കുക, മനസ്സ് പവർഫുള്ളാക്കുക എന്നത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഇതൊരു ശീലമാണ്. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും 2 കാര്യങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കണം. മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാം. നിങ്ങൾക്ക് മനസ്സ് വിഷമിച്ചിരിക്കുമ്പോൾ ഹാപ്പിയാക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്? താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യല്ലോ. മറ്റുള്ളവർക്കും അതൊരു ഹെൽപ്പായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.